കീം പരീക്ഷാ വിവാദങ്ങൾക്കിടെ പ്രവേശന നടപടികളിലേക്ക് സർക്കാർ കടന്നു. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള കോളേജ് ഓപ്ഷൻ ഇന്നു മുതൽ നൽകാൻ കഴിയും. കീം ഫോർമുല മാറ്റത്തിൽ മന്ത്രിസഭയിലും എതിർപ്പുണ്ടായിരുന്നതായുള്ള വിവരവും പുറത്തുവന്നിട്ടുണ്ട്. കീം ആദ്യ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പഴയ ഫോർമുല പിന്തുടർന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് സർക്കാർ ഇന്നലെ രാത്രിയാണ് പ്രസിദ്ധീകരിച്ചത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും തുടർന്നുള്ള പ്രവേശന നടപടികൾ സ്വീകരിക്കുക. കോളേജ് ഓപ്ഷൻ ഇന്നു മുതൽ നൽകാൻ കഴിയും. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങും. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനായിരുന്നു സർക്കാർ ശ്രമമെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ ഒരു കുട്ടിക്കും തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് നഷ്ടമുണ്ടാകരുത് എന്ന് കരുതി സതുദ്ദേശപരമായി ചെയ്ത കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഏതാനും വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു. ഡിവിഷൻ ബെഞ്ച് ആ വിധിയുടെ മേലെ അഭിപ്രായം പറയുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് പിന്നെ സമയം വൈകിക്കാതെ നിലവിലുള്ള, അതായത് 2011 മുതൽ ഫോളോ ചെയ്യുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പുറത്തുവിടുകയാണ് ഉണ്ടായത്. അതായത് ഇനിയും അഡ്മിഷൻ പ്രക്രിയ വൈകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇന്നലെ തന്നെ ലിസ്റ്റ് പുറത്ത് വിട്ടത്. അതേസമയം സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കുട്ടികളുടെ ഭാവി ആശങ്കയിലാക്കി ആർക്ക് വേണ്ടിയാണ് പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തിയതെന്നും ഇതിലൂടെ പരീക്ഷാഫലം അട്ടിമറിക്കപ്പെട്ടുവെന്നുമാണ് വിമർശനം. കിം പരീക്ഷയുടെ ഫലം അവസാന ഘട്ടത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി എത്രയോ കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലായത്. എന്നിട്ടും ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത്. വിദ്യാർത്ഥികളാണ് വേണ്ട സ്ഥലത്ത് അഡ്മിഷൻ, വേണ്ട സ്ഥലത്ത് അവരുടെ പ്രീ പ്ലാനിങ് എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ഗവൺമെന്റാണ് ഉത്തരവാദി. അതേസമയം ഫോർമുല മാറ്റം ഇത്തവണ വേണമോ എന്ന അഭിപ്രായം മന്ത്രിമാർക്കുണ്ടായിരുന്നു. ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിൽ ചില മന്ത്രിമാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. സർക്കാരിന്റേത് തിടുക്കപ്പെട്ട നടപടിയാണെന്ന ആക്ഷേപത്തിനിടെയാണ് മന്ത്രിമാർ തന്നെ സംശയം ഉന്നയിച്ചെന്ന വിവരം കൂടി പുറത്തുവന്നത്. അതേസമയം മന്ത്രി ആർ ബിന്ദുവിന് നേരെ കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.